ഇന്നത്തെ വീഡിയോ എങ്ങനെ ഗ്രാൻഡ് സ്ട്രീമിൽ ഈ വയർലെസ് ഫോണുകളെ ആഡ് ചെയ്യാന്നുള്ളതാണ്. ഓക്കെ, സോ നമുക്ക് 2 വയർലെസ് ഫോണാണ്. ഓക്കെ, നമുക്ക് ഒരെണ്ണത്തിന് 100 എന്നും മറ്റേതിന് 101 എന്നും പറഞ്ഞ എക്സ്റ്റൻഷൻ കൊടുക്കാം. സോ ഇത് വരുന്നത് രണ്ടും WP810 എന്ന് പറഞ്ഞ മോഡലാണ്. സോ ഇതിൽ ഈ പാക്കിൽ വരുന്നത് ഒരു ഫോണ്, പിന്നെ നമ്മുടെ പഴയ മൊബൈലിനൊക്കെ ഇടുന്ന ടൈപ്പ് ഒരു ബാറ്ററി, പിന്നെ ഒരു അഡാപ്റ്റർ, അതായത് ഇതിൻ്റെ ഫോൺ ചാർജ് ചെയ്യാനുള്ള ചാർജിങ് സ്റ്റേഷന് കണക്ട് ചെയ്യുന്ന അഡാപ്റ്ററാണ്. ബാക്കിൽ നോക്കി കഴിഞ്ഞാൽ പോർട്ടുണ്ട്, അത്രയാണ് വരുന്നത്. സോ ഇത് വയർലെസ് ഫോണാണ്, ഡക്റ്റ് ഫോണല്ല, വയർലെസ് ഫോണാണ്. ഡക്റ്റ് ഫോൺ കുറച്ച് ഡിഫറെൻ്റ് ഉണ്ട്. സോ ഇത് വയർലെസ് ഫോണാണ്. ഓക്കെ, ഫോണപ്പോൾ അപ്പായിട്ടുണ്ട്. ഇനി നമുക്ക്, അതായത് ഓണായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ കുറച്ച് സെറ്റിങ്സ്, അപ്പോൾ വയർലെസ് ആണ് ഞാൻ പറഞ്ഞിരുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് വൈഫൈ സെറ്റ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു ഓപ്പൺ വൈഫൈ ആണ് കൊടുത്തേക്കുന്നത്, എൻ്റെ PBX വർക്ക് ചെയ്യുന്ന സിം നെറ്റ്വർക്കിൽ. സോ അത് സെറ്റ് ചെയ്യാനായിട്ട് ആദ്യം സെറ്റിങ്സിൽ വരിക. അതിനുശേഷം താഴത്തേക്ക് പോയി നെറ്റ്വർക്ക് കാണും, നെറ്റ്വർക്ക് സെലക്ട് ചെയ്യുക. അതിൽ വൈഫൈ നെറ്റ്വർക്ക് സെലക്ട് ചെയ്യുക. ഇപ്പോൾ സ്കാനിങ് പറഞ്ഞ് കാണിക്കും. ഓക്കെ, ഇതിൽ ഇതാ ഈ റുജി ഓപ്പൺ വൈഫൈ, ഇപ്പം ഞാൻ ഒരു ആക്സ് പോയിൻ്റ് വെച്ചതാണ്, അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഇതിൽ വേറെ ഒന്നുമില്ല, ഇതാണ് ഓട്ടോമാറ്റിക്കലി വരുന്നതാണ്. ഞാൻ കണക്റ്റ് കൊടുക്കുക. അപ്പം നിങ്ങൾക്ക് ഈ പറഞ്ഞ പാസ്വേഡും കാര്യങ്ങളും ആ നെറ്റ്വർക്കിൽ വരുന്നുണ്ടെങ്കിൽ പാസ്വേഡ് ടൈപ്പ് ചെയ്യണം, ഇല്ലെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി കണക്റ്റ് ആവും. ഓക്കെ, ഇപ്പം നോക്കി കഴിഞ്ഞാൽ കണക്റ്റഡ് എന്ന് കാട്ടി. ഓക്കെ, 1 സീരീസിലാണ് എൻ്റെ IP വരുന്നത്. ബാക്ക് പോയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഇത് അവിടെ വൈഫൈ എടുത്തിട്ടുണ്ട്. ചാർജിങ് ഫോണ് അതിൻ്റെ ചാർജിങ് സ്റ്റേഷനാണ് കണക്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ ചാർജിങ് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഫോണിലും അങ്ങനെ തന്നെ ചെയ്യാം. ഓക്കെ, അപ്പോൾ 2 ഫോണും കണക്റ്റ് ആയിട്ടുണ്ട്. 5G കാണിച്ചു, ചാർജിങ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ എക്സ്റ്റൻഷൻ അങ്ങനെ സെറ്റ് ചെയ്യാൻ നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്കിനി ഗ്രാൻഡ് സ്ട്രീമിൻ്റെ അകത്തുള്ള കോൺഫിഗറേഷൻ നോക്കാം. സോ അത് പിന്നെ ലോഗിൻ ചെയ്യുക. ഞാനിവിടെ വേറെ എക്സ്റ്റൻഷൻസ് ഒന്നും ഇപ്പോൾ ഉണ്ടാക്കിയിട്ടില്ല. ഓക്കെ, ലോഗിൻ ചെയ്തു. കഴിഞ്ഞാൽ എക്സ്റ്റൻഷനിൽ പോയാൽ എക്സ്റ്റൻഷൻസ് ഒന്നും ഇപ്പോൾ ഉണ്ടാക്കിയിട്ടില്ല. സോ എക്സ്റ്റൻഷൻ ഉണ്ടാക്കാം. ആദ്യം തന്നെ ഞാൻ എക്സ്റ്റൻഷൻ ഉണ്ടാക്കുമ്പോൾ 100ഉം 101ഉം ആണ് വേണ്ടത്. സോ അത് ഉണ്ടാക്കാനായിട്ട് ആദ്യമേ നമുക്ക് എക്സ്റ്റൻഷൻ റേഞ്ചിനെ ഡിസേബിൾ ചെയ്യണം. അത് PBX സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ ജനറൽ സെറ്റിങ്സിൻ്റെ അകത്ത് എക്സ്റ്റൻഷൻ റേഞ്ച് എനേബിൾഡ് ആണ്, അതിനെ ഡിസേബിൾ ചെയ്യാം. ഓക്കെ, സേവ് കൊടുക്കുക, അപ്ലൈ ചേഞ്ചസ്. അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ 1000 തൊട്ട് 6299 വരെയുള്ള റേഞ്ചിലുള്ള എക്സ്റ്റൻഷൻ മാത്രമേ സെറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. നമുക്ക് 100 1000 താഴെയാണല്ലോ. അതുകൊണ്ട് അത് ആ റേഞ്ച് സെറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ എക്സ്റ്റൻഷൻ റേഞ്ച് എന്ന് പറഞ്ഞ ഫീച്ചർ ഓഫ് ചെയ്ത് തരണം. നമുക്കിനി 2 ബാച്ച് 2 ഒരുമിച്ച് ഉണ്ടാക്കാം. 2 സിപ്പ് എക്സ്റ്റൻഷനാണ്, തുടങ്ങുന്നത് 100ൽ നിന്നാണ്. ഇപ്പോൾ 2 സേവ് കൊടുത്തു. യെസ്, ഓക്കെ, 2 എക്സ്റ്റൻഷൻ ഉണ്ടാക്കി. സോ ഇനി നമുക്ക് ഫോണിന് ആഡ് ചെയ്യാം. ഫോണിന് ആഡ് ചെയ്യാനായിട്ട് ഡിവൈസ് മാനേജറിൽ പോവുക, 0 കോൺഫിഗിൽ വരിക. 2 ഫോണോടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഈ മോഡലിലൂടെ എടുത്തിട്ടില്ല. സോ മോഡൽ എടുക്കാനായിട്ട് നമ്മൾ നേരത്തെ ചെയ്യുന്നവർ തന്നെ മോഡൽ അപ്ഡേറ്റിൽ പോവുക. അതിനുശേഷം താഴത്തേക്ക് നീങ്ങുക, WP ആണ് വരുന്നത്, WP810. ഇതാണ് നമ്മുടെ മോഡൽ. സോ അതിനെ ഡൗൺലോഡ് ചെയ്യുക. ഫയൽ ഡൗൺലോഡ് ആവുന്നുണ്ട്, വെയിറ്റ് ചെയ്യാം. നമ്മുടെ ഫോണും ഈ പറഞ്ഞ ഗ്രാൻഡ് സ്ട്രീമും സെയിം നെറ്റ്വർക്കിലാവണേ, വയർലെസ്സിലാണ്. അപ്പോൾ ലിമിറ്റേഷൻ ഉണ്ട്, അതിൻ്റെ റേഞ്ചും കാര്യങ്ങളൊക്കെ ലിമിറ്റേഷനാണ്.
ഇത് സെയിം റേഞ്ചിലാണ്, മീൻസ് സെയിം വൈഫൈ റേഞ്ചിലാണ്. ഇപ്പോൾ 2 വൈഫൈ ഉണ്ടെന്ന് വിചാരിക്കാം. ഓട്ടോമാറ്റിക്കലി ഇത് ഇപ്പോൾ 2 ഫ്ലോറൊക്കെ ഉള്ള കേസാണെങ്കിൽ തന്നെ 2 ആക്സ് പോയിൻറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യും. അപ്പോൾ ഈ പറഞ്ഞ ആക്സ് പോയിൻറ്റുകളെല്ലാം പ്രോപ്പറായിട്ട് സെയിം നെയിമിലും കാര്യങ്ങളിലൊക്കെ വന്നാൽ മാത്രമേ ഇത് ഓട്ടോമാറ്റിക്കലി എടുക്കുകയുള്ളൂ. മീൻസ് ചെറിയൊരു ഡിലേ വരും, കാരണം കോളിലൊക്കെ ആണെങ്കിൽ തന്നെ ഒരു ഫ്ലോറിൽ നിന്ന് മറ്റേ ഫ്ലോറിലേക്ക് പോകുമ്പോൾ ഡിലേ. സോ അത് ഒരു കൺസേൺ ആണ് ഇതിൽ. സോ അപ്പോൾ എസ്മെൻറ്റ് നമ്മൾ 2 ഡൗൺലോഡ് ചെയ്തു. നമുക്ക് ഫോണിന് ആഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ആദ്യമേ തന്നെ ഒരു ഫോൺ എടുക്കുക, മോഡൽ സെർച്ച് ചെയ്യുക, WP1810 എടുത്തു, അക്കൗണ്ട് 1 സെലക്ട് ചെയ്തു, 100 ആണ്, അപ്ഡേറ്റ് കൊടുത്തു, ഓക്കെ എടുത്തു. ആദ്യത്തെ 100 രജിസ്റ്റർ ആവും. രണ്ടാമത്തെ എടുത്തു, മോഡൽ 810, അക്കൗണ്ട് 101 അപ്ഡേറ്റ് കൊടുത്തു, ഓക്കെ എടുത്തു. ഓക്കെ, അതിനുശേഷം അപ്ലൈ ചേഞ്ചസ് കൊടുത്തു. നേരത്തെ ഗ്ലോബൽ പോളിസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, ഒന്നുകൂടെ പറയാം. നമുക്ക് ഈ ഇങ്ങനെ ഫോണുകൾ ആഡ് ചെയ്ത് കഴിഞ്ഞുള്ള ഗുണം എന്ന് വെച്ചാൽ, ഈ ഗ്ലോബൽ പോളിസി പോയിട്ട് നമ്മളിപ്പോൾ ടൈം, ഉദാഹരണം ഞാൻ പറയുന്നത് ടൈം, ഡേറ്റ് ഫോർമാറ്റ് ഞാൻ സെലക്ട് ചെയ്തു. ഓക്കെ, ഇതിനെ ഇപ്പോൾ ഒരു 10 ഫോണിന് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നെങ്കിൽ ഈ ഡേറ്റ് ഫോർമാറ്റ് DDMM കൊടുത്തു, ടൈം ഫോർമാറ്റ് 12 അവർ ക്ലോക്കി കൊടുത്തു, NTP സെർവർ ഞാൻ എനേബിൾ ചെയ്തു. അപ്പോൾ റിയൽ ടൈം സിങ്ക് ഉണ്ടാവുമല്ലോ, NTP സെർവർ ഞാൻ കൊടുക്കുന്നു. അപ്ഡേറ്റ് ഇൻ്റർവെൽ കൊടുത്തു. ഈ അപ്ഡേറ്റ് ഇൻ്റർവെൽ 60 തൊട്ടാണ് തുടങ്ങുന്നത്. അപ്പോൾ ഏറ്റവും ലോ ആയിട്ടുള്ള ഇത് കൊടുത്തു. ടൈം സോൺ അബുദാബി. ഓക്കെ, ഇനി ഇതിൽ കുറച്ച് ഫീച്ചേഴ്സ് വരുന്നുണ്ട്. കാരണം ഇപ്പോൾ പാസ്വേഡൊക്കെ നമുക്ക് സെറ്റ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഇതിൻ്റെ അകത്ത് മെയിൻ്റെനൻസിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പാസ്വേഡ് അറിയില്ല എന്നൊരു സിറ്റുവേഷനൊക്കെ വരികയാണെങ്കിൽ നമുക്ക് പാസ്വേഡ് കണ്ടിന്യൂസ് എല്ലാ ഫോണിൻ്റെയും പാസ്വേഡ് നമുക്ക് റീസെറ്റ് ചെയ്യാം. ഇപ്പോൾ വെബ് ത്രൂ ലോഗിൻ ചെയ്യുന്ന പാസ്വേഡ് അറിയില്ലെങ്കിൽ പോലും ഇത് ത്രൂ നമുക്ക് കംപ്ലീറ്റ് ഒരുമിച്ച് റീസെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ജസ്റ്റ് ടൈം മാത്രമേ സെറ്റ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ 2 ഫോണിൽ ഒരുമിച്ച് എനിക്ക് ടൈം സെറ്റ് ചെയ്യാം. ഞാൻ സേവ് കൊടുത്തു. ഓക്കെ, അതിനുശേഷം 0 കോൺഫിഗിൽ വന്നിട്ട് ഈ ഫോണുകൾ എത്ര ഉണ്ടോ അതിനെ സെലക്ട് ചെയ്യുക, അപ്ഡേറ്റ് കോൺഫിഗറേഷൻ കൊടുക്കുക, ഓക്കെ കൊടുക്കുക. അപ്പോൾ ഇത് ഓട്ടോമാറ്റിക്കലി കോൺഫിഗറേഷൻ അതിലേക്ക് ലോഡാവും. ഈ പറഞ്ഞ നമ്മൾ കൊടുത്ത ഫോർമാറ്റും കാര്യങ്ങളൊക്കെ അതിലേക്ക് പ്രോപ്പറായിട്ട് വരും, ഒരുമിച്ച് വരുന്നുള്ളൂ. മീൻസ് രണ്ടായിട്ട് നമ്മൾ ചെയ്യേണ്ട, ഫോണിൽ കയറിയോ അങ്ങനെയൊന്നും ചെയ്യേണ്ട, രണ്ടായിട്ട് ചെയ്യേണ്ട. അപ്പോൾ ഇത്രേ ഉള്ളൂ, നമ്മുടെ ഫോൺ രണ്ടും അപ്പായിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി കോൾ ചെയ്ത് നോക്കാം എങ്ങനെയുണ്ട് വർക്ക്, മീൻസ് നമ്മൾ ചെയ്ത കോൺഫിഗറേഷൻ കാര്യങ്ങളൊക്കെ നോക്കാം. സോ 2 ഫോണും അപ്പായിട്ടുണ്ട്. നോക്കി കഴിഞ്ഞാൽ ഇത് 100 എടുത്തിട്ടുണ്ട്, ഈ 101 എടുത്തിട്ടുണ്ട്. കോൾ ചെയ്ത് നോക്കാം 100ൽ നിന്ന് 101ലേക്ക്. കോൾ ലാൻഡ് ആയിട്ടുണ്ട്. സ്പീക്കറിൽ ആൻസർ ചെയ്ത് നോക്കാം. ഹലോ ഹലോ, സ്പീക്കർ മോഡ്, ഹാൻഡ്സെറ്റ് മോഡ് ഓപ്ഷൻ ഉണ്ട്. നമുക്കിനി സാധാ ഫോണിൽ ചെയ്യുന്നതിൽ തന്നെ ഈ പറഞ്ഞ ഹോൾഡ് ഫങ്ഷൻ ഉണ്ട്. ഓക്കെ, അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഫംഗ്ഷൻ ഉണ്ട്, ബ്ലൈൻഡ് ട്രാൻസ്ഫർ, അറ്റൻഡൻറ്റ് ട്രാൻസ്ഫർ. ഇപ്പം മറ്റൊരു എക്സ്റ്റൻഷൻ ഉണ്ടെങ്കിൽ ബ്ലൈൻഡായിട്ട് ട്രാൻസ്ഫർ ചെയ്യാനുണ്ട്. ഇപ്പോൾ 103 എന്ന് പറഞ്ഞ എക്സ്റ്റൻഷൻ ഉണ്ടെന്ന് വിചാരിക്കുക. എനിക്ക് ഈ കോളിനെ 103ലേക്ക് ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ ഈ ബ്ലൈൻഡ് ട്രാൻസ്ഫർ കൊടുത്തു കഴിഞ്ഞാൽ, ഞാനിവിടെ ബ്ലൈൻഡ് ട്രാൻസ്ഫർ 103 കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഈ കോഡ് എൻ്റെ നിന്ന് കട്ടായിട്ട് 103ലേക്ക് ട്രാൻസ്ഫർ ആവും. അറ്റൻഡൻറ്റ് ട്രാൻസ്ഫർ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഇപ്പോൾ സംസാരിക്കുന്ന കോളിനെ ഹോൾഡ് ചെയ്തതിന് ശേഷം ഞാനും 103 ആയിട്ട്, ഈ ഫോണും 103 ആയിട്ട് കോൾ ഉണ്ടാവും. അപ്പോൾ അവരോട് പറയും ഇങ്ങനെ കോൾ വന്നിട്ടുണ്ട്, അതിനുശേഷം ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. പിന്നെ മ്യൂട്ട് ഫങ്ഷൻ, ബാക്കി ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഇതിൽ കുറച്ചും കൂടെ ഇതുണ്ടാവും. ബിറ്റ് റേറ്റും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുള്ള ഒരു ഏതാണ് കോഡിങ് എല്ലാം അത്രയായിരുന്നുള്ളൂ. അപ്പോൾ ഫോണും കാര്യങ്ങളൊക്കെ അപ്പായുണ്ട്. രണ്ടിലും കോഡും കാര്യങ്ങളും തിരിച്ചും വിളിക്കാം. കോൾ വന്നു, ആൻസർ ചെയ്യാം.
ഹലോ ഹലോ ഓക്കെ, അത്രേ ഉള്ളൂ. പിന്നെ ഇതിനാണ് വരുന്നത് നമുക്ക് ഫീച്ചർ വരുന്നത്. സോ ഇത്രേ ഉള്ളൂ വയർലെസ് ഫോണുകൾ ആഡ് ചെയ്യുന്ന കേസ്. നമുക്ക് സ്പീക്കർ സൗണ്ടും കാര്യങ്ങളോട് അഡ്ജസ്റ്റ് ചെയ്യാം, നല്ല ഓപ്ഷൻ ഉണ്ട്. അതുപോലെ സാധാ എക്സ്റ്റൻഷനിൽ ചെയ്യുന്നവർ തന്നെ ഇപ്പോൾ അൺലോക്ക് ലൈന് വല്ലതും കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ലാൻഡ് ചെയ്യിപ്പിക്കാനായിട്ട് നമുക്ക് അങ്ങനെ ലാൻഡ് ചെയ്യിപ്പിക്കാം, 100ലേക്ക് ലാൻഡ് ചെയ്യിപ്പിക്കാം. നമ്മൾ കഴിഞ്ഞ വീഡിയോകളിലൊക്കെ കണ്ട പോലെ തന്നെ എല്ലാ ഫീച്ചേഴ്സും ഒരു സാധാ എക്സ്റ്റൻഷൻ ചെയ്യുന്ന എല്ലാ ഫീച്ചേഴ്സും വയർലെസ് ഫോണിലേക്ക് നമ്മൾ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അങ്ങനെ വലിയ റെസ്ട്രിക്ഷൻ ഒന്നുമില്ല. ആകെ വരുന്നൊരു ചെറിയൊരു ഇഷ്യൂ എന്ന് പറഞ്ഞാൽ നെറ്റ്വർക്കിൻ്റെ ഒരു സിഗ്നൽ സ്ട്രെങ്ത് അറിയാമല്ലോ. വൈഫൈ റേഞ്ചിൻ്റെ ഒരു റേഞ്ച് കുറയും തോറും അതിൻ്റെ സിഗ്നൽ ക്വാളിറ്റിയിൽ ചെറിയൊരു പ്രശ്നം വരും. ബാക്കിയെല്ലാം എക്സ്റ്റൻഷൻസ് മീൻസ് സാധാ നമ്മൾ വെക്കുന്ന ലാൻഡ് ഫോൺ വെക്കുന്ന അതിൻ്റെ ഒരു സെയിം ഫീച്ചേഴ്സ് എല്ലാം കിട്ടും ഇതിൽ. പിന്നെ ബാറ്ററിയിൽ വർക്ക് ചെയ്യുന്നത്. സോ ചാർജിങ് സ്റ്റേഷനിൽ മീൻസ് ബാറ്ററിയുടെ ലെവൽ അനുസരിച്ച് ചാർജിങ് സ്റ്റേഷനിൽ വയ്ക്കുക, അങ്ങനെയുള്ള. നമുക്കിപ്പോൾ എടുത്താൽ പോലും ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, പവർ മീൻസ് ബാറ്ററി പവറിലാണ് വർക്ക് ചെയ്യുന്നത്. നേരത്തെ ചാർജിങ് കാട്ടിയിരുന്നു, നമുക്ക് യൂസ് ചെയ്യാൻ പ്രശ്നമില്ല. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ റിസപ്ഷനും അല്ലെങ്കിൽ മീൻസ് എപ്പോഴും ഡെസ്കിലില്ലാത്തൊരു യൂസേഴ്സിന് പോലും ഇത് ഉപയോഗിക്കാനായിട്ട് കുറച്ചുകൂടെ ഹാൻഡി ആയിരിക്കും അങ്ങനത്. സോ അത്രയേ ഉള്ളൂ. ചാർജിങ്ങിൻ്റെ സൗണ്ടാണ്. സോ അത്രയേ ഉള്ളൂ ഈ വയർലെസ്സിൻ്റെ ഫോൺ ആഡ് ചെയ്യുന്നുള്ള ഇത്. താങ്ക് യു.